ഇത്തവണത്തെ SSLC ഫലം വന്നപ്പോൾ താഴേക്കോട് PTM ഹയർ സെക്കൻഡറി സ്കൂളിന് ഇരട്ട മധുരം. സ്കൂളിലെ ഇരട്ടകളായ 8 പേരാണ് സമ്പൂർണ്ണ A+ സ്വന്തമാക്കിയത്. SSLC പരീക്ഷ എഴുതിയ മുഴുവൻ കുട്ടികളും വിജയിച്ചതും സ്കൂളിന് ചരിത്ര നേട്ടമായി. സന്തോഷം പങ്കുവച്ചു. ജീവിതത്തിൽ എന്ന പോലെ പരീക്ഷയിലും ഒരുപോലെ വിജയം നേടാൻ കഴിഞ്ഞതിലുള്ള സന്തോഷത്തിലാണ് ഇവരെല്ലാം. മലയാളം കുറച്ചൊന്ന് ടഫ് ഉണ്ടായിരുന്നു, പക്ഷെ നാലും കിട്ടിയില്ല. നല്ല സന്തോഷമുണ്ട്. രണ്ടുപേർക്കും ഒരുമിച്ച് 10+ കിട്ടുന്ന ഉറപ്പുണ്ടായിരുന്നോ? ഇല്ല. ഇതിലാരെ കൂടുതൽ പഠിച്ചിരുന്നത്? അങ്ങനെയല്ല, രണ്ടാളും ഒപ്പം പഠിക്കുക. എങ്ങനെയായിരുന്നു പഠന രീതിയൊക്കെ? ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ അവളോട് ചോദിക്കാം. അങ്ങനെ ഒരുമിച്ചിട്ടിരുന്ന് അങ്ങനെ പഠിക്കാൻ. ഫസ്റ്റ് ഓഫ് ഓൾ നല്ല ഹാർഡ് വർക്ക് ചെയ്യണം. ലൈക്ക് ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ ഹാർഡ് വർക്ക് ചെയ്യാം. നിങ്ങൾക്ക് എങ്ങനെയാണ് സ്കൂളിൽ നിന്നുണ്ടായിരുന്ന സപ്പോർട്ടൊക്കെ എങ്ങനെയായിരുന്നു? ഞങ്ങൾക്ക് ലാസ്റ്റ് ഇപ്പോൾ സ്പെഷ്യൽ ക്ലാസ് 4:30 വരെ, ട്യൂഷന് എല്ലാം ഉണ്ട്, യൂണിറ്റ് ടെസ്റ്റും അങ്ങനെ കുറേ ഉണ്ട്. എങ്ങനെയാണ് നിങ്ങൾ കമ്പൈൻ സ്റ്റഡി അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ നടത്തിയിട്ടുണ്ടോ? നിങ്ങളിപ്പോൾ 8 പേരും ടീംസ് ആണല്ലോ. ഞങ്ങളെല്ലാവരും വേറെ വേറെ ക്ലാസ്സിലായിരുന്നു അല്ലേ? നിങ്ങൾക്ക് ഈ ടീംസ് ആയതുകൊണ്ട് പഠിക്കാനുള്ള ഒരു ഇതെന്തായിരുന്നു? പരസ്പരം ചോദിച്ച് മനസ്സിലാക്കാൻ അങ്ങനെയൊക്കെ കഴിഞ്ഞിരുന്നു? എങ്ങനെയായിരുന്നു അങ്ങനത്തെ ഒരു പഠന രീതി? എങ്ങനെയായിരുന്നു? ഇരട്ട കുട്ടികളെല്ലാം ഒരുപോലെ വിജയിച്ച സന്തോഷത്തിലാണ് അധ്യാപകരും മാനേജ്മെന്റും. പ്രധാനാധ്യാപിക MK ജയശ്രീയുടെ വാക്കുകൾ ഇങ്ങനെ: സ്കൂളുകളിലും ഉണ്ടാവും, അവർ വിജയിക്കുന്നുണ്ടാവും. പക്ഷേ ടിൻസ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഫുൾ A+ കിട്ടി ഇരട്ടി മധുരവുമായി അവർക്ക് വീടുകളിലേക്ക് ചെല്ലുക എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു അനുഭവമാണ്. അത് ഒന്നിച്ച് ഇവരെ കാണുമ്പോഴുള്ള ആ സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അവർക്ക് എല്ലാവിധ ആശംസകളും. ഇരട്ട കുട്ടികളെ പഠിപ്പിച്ചിരുന്ന അധ്യാപകരുടെ പ്രതീക്ഷയും തെറ്റിയില്ല. നാജിയയുടെയും റാനിയയുടെയും ക്ലാസ് അധ്യാപകനായിരുന്ന T. ഷാജി മുഹമ്മദ് പറയുന്നത് കേൾക്കാം. സാധാരണഗതിയിൽ ഒരാളെന്തായാലും A+ വരും എന്ന് നമുക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു. മറ്റൊരാൾക്ക് പേരെടുത്ത് ഞാനിപ്പോൾ ഈ ഒരു അവസരത്തിൽ പറയുന്നില്ല. മറ്റൊരാൾക്ക് പരീക്ഷ എഴുതി കഴിയുമ്പോൾ പേപ്പറിൽ വേണ്ടത്ര മാർക്ക് കിട്ടാത്തൊരവസ്ഥ, ടെൻഷൻ കൊണ്ടാണോ ഹാൻഡ് റൈറ്റിങ്ങിൻ്റെ പ്രശ്നം കൊണ്ടാണോ എന്താണെന്ന് അറിയാറില്ല. എന്തായാലും ഈ ഒരു അവസരത്തിൽ രണ്ടുപേർക്കും A+ കിട്ടി. വളരെയധികം സന്തോഷിക്കുന്നു. ഈ ക്ലാസ്സിൽ മൊത്തത്തിൽ 10ഓളം കുട്ടികൾക്ക് ഫുൾ A+ കിട്ടിയിട്ടുണ്ട്. 2 കുട്ടികൾക്കാണ് 50 A+ ആയിട്ട് വന്നിട്ടുള്ളത്. 699 കുട്ടികൾ പരീക്ഷ എഴുതി വിജയിച്ചതിൽ 86 പേർക്കാണ് മുഴുവൻ വിഷയങ്ങളിലും A+ ലഭിച്ചത്. ഇതിൽ ഇരട്ടകൾക്കെല്ലാം +1 ഇവിടെ തന്നെ അഡ്മിഷൻ കിട്ടുമോ എന്നതാണ് സംശയം. ഇതിന് ഹയർ സെക്കൻഡറി വിഭാഗം പ്രിൻസിപ്പൽ ഡോക്ടർ N. സക്കീർ എലിയാസ് സൈനുദ്ദീന്റെ മറുപടി ഇങ്ങനെ: മലബാറിൽ സീറ്റിന്റെ ക്ഷാമം നിങ്ങൾ മീഡിയാസ് ഒക്കെ എപ്പോഴും കവർ ചെയ്യുകയും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ 10ാം ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങിയ 86 കുട്ടികൾക്കാണ് മുഴുവൻ വിഷയങ്ങളിൽ A+.
അവരെ തന്നെ ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പൂർണ്ണമായിട്ടും നമുക്ക് മെറിറ്റ് സീറ്റിൽ സാധ്യമല്ല. അപ്പൊ ആ ഒരു വിഷയം നിൽക്കുന്നുണ്ട്. എന്തായാലും ചോദ്യം വളരെ പ്രസക്തമായതുകൊണ്ട് ഈ കുട്ടികളെ, ഈ 8 പേരെ അല്ലെങ്കിൽ ഈ 4 ജോഡികളെ ഏത് വിധേനയും നമ്മുടെ സ്കൂളിൽ അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ അവരെ ഇവിടെ തന്നെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് സംസാരിച്ചതിന് ശേഷം ഒരുക്കുന്നതായി. കഴിഞ്ഞ തവണ 99.9% SSLCക്ക് സ്കൂളിന്റെ വിജയം. ഇത്തവണ അത് 100% എത്തിക്കാനുള്ള അധ്യാപകരുടെ ശ്രമം ഫലം കണ്ടു. 86 പേർ ഫുൾ A+ നേടിയപ്പോൾ 45 പേർ 9 A+ നേടി. ന്യൂസ് ബ്യൂറോ, കരിങ്കല്ലത്താണി. മലബാർ ന്യൂസ്, മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ HD പ്രാദേശിക ചാനൽ.